വെൽക്കം ടു സ്വപ്നക്കൂട് വ്ളോഗ്സ്. ലഞ്ച് മെനു ഷോർട്ട് വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി അടുത്തത് ഒരു മീൻ കറി വയ്ക്കാൻ പോവുകയാണ്. 1/2 കിലോ വരുന്ന ഒരു കണമ്പ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പിഴുപുളി എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചു, 1 കപ്പ് വെള്ളത്തിൽ. ഇനി നമുക്ക് പാൻ വെച്ച് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. പുറകെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയും ചേർക്കാം. ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇഞ്ചി എന്നാലും കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അര തക്കാളി മുറിച്ച് ഇതിനകത്തോട്ടിടണം. ഒന്ന് വഴണ്ട് വന്നിട്ട് വേണം ഇതിനകത്തോട്ടിടാൻ. പച്ചമണം മാറിയതിന് ശേഷം ഇതിട്ട് വഴട്ടാം. തക്കാളി ഒന്നും ഒരുപാട് ഉടഞ്ഞ് ചേരണ്ട. അതും ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് വേണ്ട മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം തീ കുറച്ച് വെച്ചേക്കണം. തീ കൂടിയാൽ ഈ മസാല എല്ലാം കരിഞ്ഞു പോകും. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പുളിവെള്ളം അരിച്ചിനകത്തോട്ട് ഒഴിക്കാം. പുളിയുടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന പുളിക്കകത്ത് വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് വീണ്ടും ഒഴിക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിനു ശേഷം 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മീൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നിറച്ച് വേണ്ട, ഏകദേശം ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ തിളയ്ക്കണം. ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിന് നല്ല തിളച്ചതിന് ശേഷം നമുക്ക് മീനെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇനി സ്പൂൺ വെച്ച് മിക്സ് ചെയ്യണ്ട. നമ്മൾ ഈ പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ് മീനായതുകൊണ്ട് മീനെല്ലാം മുള്ളിൽ നിന്നെല്ലാം വിട്ടുപോരും, അതിനകത്ത് മൊത്തം ഇളകിപ്പോവും. അതുകൊണ്ട് പാൻ ചെറുതായിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക്. ഇനി തീ ഒന്ന് ഒരു മീഡിയത്തിലോട്ടാക്കി ആ ഒരു മീഡിയം തീയിലിരുന്ന് അത് തിളച്ച് വേവാൻ അനുവദിക്കുക. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു. ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇപ്പം തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ചു. അതിനുശേഷം കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അടച്ചു. ഇനി ഇത് നമുക്ക് കഴിക്കാൻ റെഡിയായി. ഇനി നമുക്ക് ലഞ്ച് മെനു ഷോർട്ട് വ്ളോഗിൻ്റെ 3rd പാർട്ടിൽ കാണാം. താങ്ക് യു.